ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും ഒരു വലിയൊരു പണിയാണ് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. നമുക്ക് മടിയും തന്നെയാണ് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ തയ്യാറാക്കണം. ഞാനിവിടെ ഒരു പകുതി ലെമൺ എടുത്തിട്ടുണ്ട്. അങ്ങനെ അത് ഒന്ന് പിഴിഞ്ഞതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡാണ്. അതൊരു സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ കോൾഗേറ്റാണ് എടുത്തിട്ടുള്ളത്. അതൊരു കുറച്ച് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇളം ചൂടുള്ള വെള്ളമാണ്. എല്ലാം കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ചെറുനാരയും കോൾഗേറ്റും ഒക്കെ ചേരുമ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെയാണ് ഇതിന് കിട്ടുന്നത്. നല്ലൊരു പവർഫുള്ളായിട്ടുള്ളൊരു ലിക്വിഡ് തന്നെയാണിത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർഷത്തിലൊരിക്കൽ മാത്രം ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ചെയ്യാൻ തുടങ്ങണം. ഞാൻ സാധനമൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എത്രത്തോളം അഴുക്കുണ്ടെന്ന് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനിത് ഏകദേശം ഒരു 6 മാസത്തോളമായി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ഭാഗത്തൊക്കെ നല്ലോണം കരിമ്പനും അഴുക്കും ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലൊരുപാട് പൊടിയൊക്കെ ഉണ്ട്. നമ്മൾ സാധനം വെക്കുമ്പോൾ എന്തായാലും അതിൽ പൊടിയൊക്കെ വീകും. തേങ്ങൻ്റെയും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് ഉണങ്ങിയ തുണി തന്നെ എടുത്തിട്ട് ഇതൊക്കെ ഒന്ന് പൊടിയൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഞാൻ ഇതിൻ്റെ തട്ട് പോലത്തുള്ള സാധനമൊക്കെ പുറത്തെടുത്തിട്ടാണ് മൊത്തമായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവിടെ വെച്ചിട്ട് തന്നെ ആ ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചായി ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എല്ലാം പുറത്തെടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് എല്ലാം ഒന്ന് പുറത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ സൈഡിലൊക്കെ ഉള്ള പൊടിയും അഴുക്കൊക്കെ ഞാനൊന്ന് തട്ടിക്കൊടുക്കുമ്പോൾ തന്നെ പോകുന്നുണ്ട്. ആ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ല് തന്നെയാണ് നമുക്ക് ഫ്രിഡ്ജിന് കിട്ടുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. എത്ര അഴുക്ക് പിടിച്ച ഫ്രിഡ്ജാണെങ്കിൽ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ അഴുക്കും അതിൽ കറയും എന്തുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്പോഞ്ച് പോലുള്ള ആ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. അതിൻ്റെ ഹാർഡായ ഭാഗം വെച്ചിട്ട് ഉരക്കാതിരിക്കുക. നല്ലോണം അഴുക്കുണ്ടെങ്കിൽ മാത്രം ആ ഹാർഡ് ഭാഗം വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഈ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഇത് എല്ലാം ക്ലീനായി വരുന്നുണ്ട്. ഞാൻ ഡോറിൻ്റെ ഭാഗത്തൊക്കെ അതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇത് തുടച്ചെടുക്കണം. അപ്പോൾ ഒരു ഉണങ്ങിയ തുണി കൊണ്ടാണ് ഞാനിത് തുടച്ചെടുക്കുന്നത്. അതിനുശേഷമാണ് നനഞ്ഞ ഒരു തുണി ഉപയോഗിച്ചിട്ട് തുടച്ച് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് തുടച്ചെടുത്തിട്ട് വരാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ഇത് ക്ലീൻ ആയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ആ ഡോറിൻ്റെ ഭാഗത്ത് ഒരു റബ്ബർ പോലത്തെ ഒരു ഇതുണ്ട്. ഇങ്ങനെ അതൊന്ന് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഷോക്സും
ഒരു ചീർപ്പ് എടുത്തിട്ടുണ്ട്. അതിന് ഷോക്സിൻ്റെ ഉള്ളിലേക്കായിട്ട് ചീർപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ അവിടെ കുറച്ച് ലിക്വിഡ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ സൊല്യൂഷൻ കുറച്ച് ഇതിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോ എടുക്കാൻ മിസ്സായി പോയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് അതിലെ അഴുക്കും കരിമ്പനും എത്രത്തോളം ഉണ്ടായാലും അത് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഞാനൊരു കയ്യിൽ ഫോൺ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാനിതാ ഫുള്ളായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും നേരത്തെ എത്രത്തോളം അഴുക്ക് പിടിച്ചിട്ടുള്ളതാണെന്ന്. അപ്പോൾ മൊത്തമായിട്ട് ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തിട്ട് നേരത്തെ നല്ല ബ്ലാക്ക് കളറാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുത്തപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നല്ല ക്ലീനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഫ്രീസർ നല്ലോണം അഴുക്ക് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇറച്ചി മീനും ഒക്കെ വെക്കുമ്പോൾ എന്തായാലും അഴുക്ക് പിടിക്കും. അപ്പോൾ ഞാൻ ആ സ്പോഞ്ച് പോലത്തെ ഭാഗമല്ല, സ്ക്രബ്ബർ പോലത്തെ ഭാഗം ഇട്ടിട്ടാണ് ഫസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്ത് ആ ലിക്വിഡ് കുറച്ച് ഞാൻ ഇതിൽ ഈ ഭാഗം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിന്. അതുകൊണ്ടാണ് ഇത് വെള്ളം പോലെ ഇരിക്കുന്നത്. അപ്പോൾ പോകുന്നുണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് കുറച്ച് ഒഴിച്ചു കൊടുപ്പോൾ പെട്ടെന്ന് തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനി നമുക്കൊന്ന് ഇതൊന്ന് തുടച്ചെടുക്കണം. ഫ്രീസറും ഞാൻ തുടച്ച് എല്ലാം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വലിയ ഭാരമുള്ള പണിയാണെന്നൊക്കെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ വിചാരിക്കും. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മൊത്തമായിട്ട് അതിൻ്റെ പുറം ഭാഗം ഒക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിടിക്കുന്ന ഫ്രിഡ്ജ് തുറക്കുന്ന ഭാഗമൊക്കെ നല്ലോണം അഴുക്ക് പിടിച്ചിട്ടുണ്ടായിന്. അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ തട്ട് പോലത്തുള്ള അതൊക്കെ ഞാനൊന്ന് ആ സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതുപോലെ ഒരു ക്ലീൻ പേപ്പർ വെച്ചിട്ടാണ് അതൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിലെന്തെങ്കിലും അഴുക്കോ കറിയോ എന്തെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ എന്തെങ്കിലും വെക്കുമ്പോൾ അതിലേക്ക് ഒഴിഞ്ഞാൽ പോലും നമുക്ക് ആ ക്ലീൻ പേപ്പർ ഒന്ന് അഴിച്ച് മാറ്റി രണ്ടാമതൊന്ന് വെച്ച് കൊടുത്താൽ മതി. ഒന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് ക്ലീൻ പേപ്പർ ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തിൽ ഫോയിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒരു കവർ എടുത്തിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നുണ്ട്. ജസ്റ്റ് നല്ല വൃത്തിയുള്ള കവർ എടുത്തിട്ട് ഏകദേശം ഞാൻ ഇതിൻ്റെ ഒരളവൊക്കെ വെച്ച് മുറിച്ചതാണ്. കുറച്ച് വലുതായിപ്പോയി, കുഴപ്പമില്ല. നമുക്ക് അടിയിലേക്ക് ഒന്ന് വെച്ച് മടക്കി കൊടുക്കാം. ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് വെച്ച് കാണിച്ച് തന്നതേ ഉള്ളൂ. ഞാൻ ക്ലീൻ പേപ്പർ വെച്ചിട്ട് തന്നെ മൊത്തമായിട്ടൊന്ന് കവർ ചെയ്തെടുത്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ സൊല്യൂഷൻ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടുള്ളത്. ഞാൻ ഫ്രീസറിൽ ആ ഒരു കവർ വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം ഇതൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സാധനം ഒന്ന് കയറ്റി വെക്കണം. അതൊരു പണി തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ എസെൻസും അങ്ങനത്തെ കേക്കിൻ്റെ ഐറ്റംസൊക്കെ ഞാൻ ഒരു ഡബ്ബ പോലത്തെ ഒരു എടുത്തിട്ട് അതിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്നെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വരാം. താങ്ക് യു.